ഹായ് ഹലോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇത് മനസ്സിലാക്കി ലൈഫിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബിക്കോസ് ലൈഫിൽ ഒരിക്കൽ പോലും ട്രോമ അനുഭവിക്കാത്ത മനുഷ്യർ റയറായിട്ടേ ഉണ്ടാവും. ട്രോമ അനുഭവിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാം. ബിക്കോസ് അതത്ര വലിയ നല്ല വേർഡ് കേൾക്കുമ്പോൾ ഭയങ്കര കനമുണ്ടെങ്കിലും അതേ കനം തന്നെ അനുഭവിക്കുന്നവർക്കും ഉണ്ടാകും. ആൻഡ് അതിൽ നിന്ന് പുറത്തോട്ട് കടക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് വൺ തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രോമ ഈസ് നോട്ട് യുവർ ഫോൾട്ട് ബട്ട് ദ ഹീലിംഗ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. കാരണം നിങ്ങളുടെ ഹീലിങ്ങിന് നിങ്ങളല്ലാതെ വേറെ ആര് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. ആൻഡ് ഹീലിംഗ് ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ബാക്ക് ടു ഹൂ യു വർ ബിഫോർ, ആൻഡ് ഇറ്റ്സ് അബൌട്ട് കമ്മിങ് ടു ദ ടേം വിത്ത് ദ ന്യൂ യു. ബിക്കോസ് നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കും, എപ്പോഴും ഒരാൾ കൂടെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ വീണ് കിടക്കുന്നത് കാണാതെ നമ്മുടെ ഡൗൺഫോൾ കാണാൻ വേണ്ടിയിട്ട് ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ. പക്ഷെ നമ്മൾ ഒന്ന് ഉയർന്ന് ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ആവുക, മോട്ടിവേറ്റ് ആവുക, റോൾ മോഡൽ ആവുക എന്നൊരു സ്റ്റേജിലെത്തുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു വർത്ത് വാല്യൂ, സെൽഫ് വാല്യൂസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. മേ ബി നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിൽ ഓരോ ദിവസവും ചാലഞ്ചിങ് ആവാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ്സ് നോട്ട് എ റേസ്, സെർട്ടൻലി നോട്ട് എ കോമ്പറ്റീഷൻ. എന്തിനാണ് ചാലഞ്ചിങ് വരട്ടെ, നിങ്ങളത് ഫേസ് ചെയ്യണം. ബിക്കോസ് ഫേസ് ചെയ്ത് തന്നെയാണ് ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം ഒരാളും ഒരു ദിവസം കൊണ്ട് നേടിയതൊന്നും അല്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ട്രോമയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കാതെ കം ആൻഡ് ഡു സംതിങ് ഫോർ യുവർ സെൽഫ് ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.